നമസ്കാരം. തൃക്കരിപ്പൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 1.5 വയസ്സുകാരന് ഗുരുതരമായ പരുക്ക്. കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയ നായ കുഞ്ഞിനെ ക്രൂരമായി മുറിവേൽപ്പിച്ചു. അയൽവീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. നിലവിളി കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോൾ നായ കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പടന്ന വടക്കേപ്പുറത്ത് വണ്ണാത്തിമുക്കിന് സമീപം ഫാബിന സുലൈമാൻ ദമ്പതികളുടെ മകൻ ബഷീറിനെയാണ് നായ്ക്കൾ ക്രൂരമായി ആക്രമിച്ചത്. തലയ്ക്ക് സാരമായി മുറിവേറ്റ കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുട്ടിയും കുടുംബവും അയൽവീട്ടിൽ ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് സംഭവം. പരിപാടിക്കിടെ വൈകിട്ട് 5:30 വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് കുട്ടിയെ തെരുവ് നായ്ക്കൂട്ടം ആക്രമിച്ചത്. നായ്ക്കളിലൊന്ന് പൂച്ചയെ കടിച്ചെടുക്കുന്നത് പോലെ കുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയതായി അയൽവാസി പറയുന്നു. തലയിലും കൈയിലും കടിയേറ്റ് ആഴത്തിലുള്ള മുറിവുകളുണ്ട്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയിൽ എണ്ണപ്പെടേണ്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ പെരുപ്പം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ ഇവയുടെ എണ്ണം കൂടി വരുന്നു. രാവും പകലുമില്ലാതെ പലയിടങ്ങളിലും നായ്ക്കൾ വിഹരിക്കുന്നു. പല തെരുവുകളും രാത്രി പൂർണ്ണമായും നായ്ക്കൾ കീഴടക്കുന്നു. കാൽനടയാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി വീണ് തെരുവുനായ്ക്കൾ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്ത് പെറ്റുപെരുകിയ നായക്കൂട്ടങ്ങളാണ് ആക്രമണകാരികളായി മാറിയതെന്ന് വിദഗ്ധർ പറയുന്നു. മനുഷ്യ സമ്പർക്കമില്ലാതെ വളർന്നതും ഭക്ഷണത്തിന്റെ കുറവുമാണ് ഇവരെ ആക്രമണ സ്വഭാവമുള്ളവ ആക്കിയത്. തദ്ദേശ വകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു ഈ അഭിപ്രായം ഉയർന്നത്. തെരുവ് നായ്ക്കളുടെ പെരുപ്പവും പേവിഷബാധയും സംസ്ഥാനം നേരിടുന്ന വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകേണ്ടത്. ആവശ്യമെങ്കിൽ ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ആരോഗ്യ മിഷൻ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന് രൂപീകരിക്കാവുന്നതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. നായ്ക്കളെയും പൂച്ചകളെയും അരുമകളായി പരിപാലിക്കുന്നവർക്ക് അവയുടെ പ്രജനനത്തിൽ താല്പര്യം ഇല്ലെങ്കിൽ അരുമകൾക്ക് 6 മാസം പ്രായമെത്തുമ്പോൾ അവയുടെ വന്ധ്യംകരണം പ്രോത്സാഹിപ്പിക്കണം. പലപ്പോഴും ഉടമകൾക്ക് താല്പര്യമില്ലാതെ ജനിക്കുന്ന നായ്ക്കുഞ്ഞുങ്ങളാണ് പിന്നീട് തെരുവ് നായ്ക്കളായി മാറുന്നതെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരുമായി പൊതുവെ ഇണങ്ങി ജീവിക്കുന്ന മൃഗമാണ് നായ. കോവിഡ് കാലത്ത് ജനിച്ച തെരുവ് നായകൾ മനുഷ്യരുമായി ഇടപഴകാതെയാണ് വളർന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് നായകളാണ് കേരളത്തിലുള്ളത്. ഭക്ഷണം കുറഞ്ഞതും ഇവയെ ആക്രമണകാരികളാക്കിയെന്ന് പഠനങ്ങൾ വിശദീകരിക്കുന്നു. തെരുവുനായ ശല്യവും പേവിഷബാധയും വലിയ പൊതുജനാരോഗ്യ വെല്ലുവിളിയായി തുടരുമ്പോഴും നായ്ക്കളുടെ ശാസ്ത്രീയ നിയന്ത്രണത്തിനായി കാര്യക്ഷമമായ സംവിധാനങ്ങളുടെ അപര്യാപ്തത സംസ്ഥാനത്ത് പ്രകടമാണ്. കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളും ഉൾപ്പെടെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒഴിച്ചാൽ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക്, താലൂക്ക് തലത്തിൽ പോലും തെരുവ് നായ്ക്കളെ പിടികൂടി പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്ഥിരം സംവിധാനങ്ങൾ ഇന്ന് നിലവിലില്ല. പ്രവർത്തനങ്ങൾ തുടങ്ങിയ പല മേഖലകളിലും പല കാരണങ്ങളാൽ പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങുന്നതും പതിവാണ്. പദ്ധതികൾ നടപ്പിലാക്കുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും ഹ്രസ്വകാല പദ്ധതിയായി മാത്രമാണ് നായ്ക്കളുടെ പ്രജനന നിയന്ത്രണ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നത്. ഈ രീതിക്കാണ് ഭരണതലത്തിൽ നിന്നും മാറ്റം വരേണ്ടത്.